Abba love and cookie stories. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ട്. അത് നമ്മുടെ മുളക് ബജിയാണ്. മുളക് ബജി തന്നെ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല ഫില്ലിങ്സ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് പല രീതിയിലും ഫില്ലിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിലുള്ളൊരു മുളക് ബജിയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ മുളക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നന്നായിട്ടൊന്ന് കീറി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചീന്തി എടുത്തതിന് ശേഷം അതിനുള്ളിലുള്ള കുരുകളൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇത് കുറച്ചൊരു ടാസ്ക് നിറഞ്ഞ പരിപാടിയാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലീനാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ നന്നായിട്ട് എരിയാനൊക്കെ ചാൻസ് ഉണ്ട്. ചില മുളകിന് നല്ല എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എരിവ് നന്നായിട്ടൊന്ന് പോയി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കേണ്ടത്. ഇതിൻ്റെ ആ ഞെട്ടി ഭാഗത്തായിട്ടാവും നന്നായിട്ട് കുരു ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ ഈ മുളക് വാങ്ങുന്ന സമയത്ത് അധികം ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളത് വാങ്ങാതെ ഒരു ലൈറ്റ് ഗ്രീനിലുള്ളത് വാങ്ങുകയാണെങ്കിൽ അധികം എരിവുണ്ടാവില്ല. നല്ല മൂക്കാത്ത ഒരു പാകം മൂപ്പിലെത്തിയിട്ടുള്ളതായിരിക്കും കേട്ടോ ആ ഒരു രീതിയിലുള്ളതാകുമ്പോൾ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഇത് മുഴുവനായിട്ട് ഇവിടെ ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഒരല്പം ഉപ്പും ഒരു ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഉപ്പിട്ട പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ആംചൂർ പൗഡറാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ആംചൂർ പൗഡർ ഞാൻ നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇതേ രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് ഇതിനെ ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് മാറ്റി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ മുളക് ബജി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ആവും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുത്ത് അതിലോട്ടൊരല്പം ഉപ്പ് ചേർത്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. വാളംപുളി ചേർക്കുമ്പോൾ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലായിട്ട് അരച്ചെടുത്താണ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 കപ്പ് അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് 2 കപ്പ് അളവിൽ കടലമാവ്. ഇനി ഇതിലോട്ടായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ റൈസ് പൗഡറാണ്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടി, അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. ഒരല്പം കായത്തിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ പൗഡറെല്ലാം മിക്സാക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതിലോട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും അതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടിയിട്ട് കമ്പൈനായി കിട്ടുന്ന രീതിയിൽ ഇതെല്ലാ ഭാഗത്തോട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഈ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ആവശ്യമുള്ള ഒരു തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഒരൊറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്. ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം. അതായത് നമ്മൾ ഇഡ്ലി മാവിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ അത്രയും തിക്നെസ്സിൽ വേണം നമ്മളിത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്കിത് മുക്കിയെടുക്കുന്ന സമയത്ത് നമ്മളിത് നന്നായിട്ട് തന്നെ ആ ഒരു മുളകിലോട്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ ആ മുളക് ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്, നാരങ്ങനീര് പുരട്ടിയിട്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ബാറ്റർ ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. ഇനി ഞാൻ ചീനച്ചട്ടി നന്നായിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കുറച്ചൊന്ന് പൊങ്ങി വരും കേട്ടോ. ഒരു അരമണിക്കൂർ നേരം നമ്മൾ
സോഡ പൗഡറൊക്കെ ഇട്ട് കാരണം തന്നെ കുറച്ചൊന്ന് പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ഓരോ മുളകായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ. എന്നാൽ അതിൻ്റെ ഉൾഭാഗത്തോട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷേ ആ ഒരു മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു പച്ച സ്മെല്ലും ആ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നീട് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം. നല്ലൊരു കളറിലായി കിട്ടുന്നത് വരെ നമ്മളിതിനെ ഫ്രൈ ആക്കി എടുക്കുക. നല്ലൊരു കളറിലായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഈ സിമ്പിളായിട്ടുള്ള മുളക് ബജി ഒന്ന് ഉണ്ടാക്കി നോക്കി. അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്